കഥ എഴുതിയത് കാദർഷ കോട്ടപ്പുറത്ത്. ഇന്ന് വൈകിട്ട് 4 മണി. അവതരണം റസാഖ് തച്ചിരുകുടി. മൗനമായി ചലനമറ്റ് കിടക്കുമ്പോഴും അയാൾ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. 1 മാസക്കാലമായി ICUവിലെ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ദേഹത്ത് പലയിടത്തായി വച്ചിരിക്കുന്ന ട്യൂബുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. അതെല്ലാം വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞ് സ്വസ്ഥമാകണമെന്നുണ്ട്. പക്ഷേ കൈകൾ ചലിപ്പിക്കാനാവുന്നില്ലല്ലോ. കാലിനറ്റത്ത് കണങ്കാലിൽ നല്ല ചൊറിച്ചിലുണ്ട്. എന്നാൽ കാലുകൾ ചലിപ്പിക്കാനാകുന്നില്ല. അടുത്തു വരുന്ന നഴ്സിനോട് കാലൊന്ന് ചൊറിഞ്ഞു താ മകളെ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നാവ് ചലിപ്പിക്കാനാകുന്നില്ലല്ലോ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മകനും മകളും തന്നെ കാണാൻ വരുമെന്ന് നഴ്സുമാരുടെ സംസാരത്തിൽ നിന്നും ബോധ്യമായി. ഇന്നലെ ഡോക്ടർ മകനോട് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാകൂ എന്ന് പറയുന്നത് കേട്ടിരുന്നു. തൻ്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നതായിരുന്നു കുറേ നേരത്തെ എൻ്റെ ചിന്ത. ഒന്നിനോടും പ്രതികരിക്കാതെ ഒരായുഷ്കാലം സ്വയം ജീവിക്കുകയും ഒന്നിനോടും പ്രതികരിക്കരുതെന്ന് മക്കളെ ഉപദേശിച്ച് വളർത്തുകയും ചെയ്ത തൻ്റെ ശരീരം ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലത്രേ. ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോട് പ്രതികരിച്ചാൽ ധനനഷ്ടം, സമയനഷ്ടം, ശത്രുത ഒക്കെ ഉണ്ടാകുമെന്ന് ഭയന്ന് വളരെ സൂക്ഷിച്ചാണ് ജീവിച്ചത്. പിന്നെ പ്രതികരണം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക എന്നതും തനിക്ക് എക്കാലത്തും അസഹനീയമായിരുന്നു. ഇവിടെ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, പുതിയൊരു ജീവിതം ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എല്ലാറ്റിനോടും ഉചിതമായി പ്രതികരിച്ച് മറ്റുള്ളവർക്ക് കൂടി ഗുണമുള്ള ഒരു ഊഷ്മളമായ ജീവിതം ജീവിക്കാമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, തൻ്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഒന്നിനോടും പ്രതികരിക്കാതെ ജീവിച്ചത് കണ്ട് കണ്ട് സ്വന്തം ശരീരവും ആ പാത സ്വീകരിച്ചതായിരിക്കാം. സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒന്നിനോടും പ്രതികരിക്കരുതെന്ന് മക്കളെ ഉപദേശിച്ചതും സ്വന്തം ശരീരം കേട്ടുപഠിച്ചു കാണും. തലച്ചോറിൽ നിന്നും മരുന്നുകളോട് പ്രതികരിക്കരുതെന്ന സന്ദേശം ഓരോ കോശങ്ങളിലേക്കും പ്രവഹിക്കുന്നുണ്ടാകാം. ഇന്ന് 4 മണിക്ക് മക്കൾ അടുത്തു വരുമ്പോൾ ഉചിതമായ എല്ലാത്തിനോടും പ്രതികരിക്കുന്ന പരോപകാരമുള്ള ഒരു ജീവിതം ജീവിക്കണേ എന്ന് മക്കളെ ഉപദേശിക്കണമെന്നുണ്ട്. നിങ്ങളുടെ പിതാവായ എനിക്ക് സംഭവിച്ചതുപോലെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതെ പ്രതികാരം ചെയ്യുന്ന ഒരു കാലം നിങ്ങൾക്കും വന്നേക്കാം എന്നവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണമെന്നുണ്ട്. അപ്പോഴേക്കും ഇന്ന് വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും തൻ്റെ നാവ് ചലിപ്പിക്കാനാകുമോ? ഡോക്ടർ പറഞ്ഞ 24 മണിക്കൂർ സമയം ഇന്ന് 4 മണിക്ക് തീരുകയല്ലേ?